ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കരുത്ത് എക്കാലത്തും ആരാധകരായിരുന്നു. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തുന്ന ആ മഞ്ഞക്കടൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ കാഴ്ചകളിൽ ഒന്നാണ്. എന്നാൽ സമീപകാലത്ത് സ്റ്റേഡിയം നവീകരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടും ഗ്യാലറികൾ ശൂന്യമാകുന്ന കാഴ്ച ഫുട്ബോൾ പ്രേമികളെ തെല്ലൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. ടീമിന്റെ തുടർച്ചയായ പരാജയങ്ങളും പ്രതീക്ഷിക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതുമാണ് ആരാധകരെ മൈതാനങ്ങളിൽ നിന്ന് അകറ്റുന്ന പ്രധാന ഘടകം. എത്രയൊക്കെ സ്നേഹിച്ചാലും ടീം നിരന്തരം തോൽക്കുമ്പോൾ ഗ്യാലറിയിലെ ആവേശം കുറയുന്നത് സ്വാഭാവികമാണ്. മാനേജ്മെന്റിന്റെ ചില തീരുമാനങ്ങളോടുള്ള വിയോജിപ്പും മികച്ച താരങ്ങളെ നിലനിർത്തുന്നതിലെ പാളിച്ചകളും ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പലപ്പോഴും ഫാൻസ് ഗ്രൂപ്പുകളിൽ പോലും കളി ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ടീമിന് വലിയ തിരിച്ചടിയുമാണ്. ടിക്കറ്റ് നിരക്കിലെ വർധനവും സാധാരണക്കാരായ ആരാധകരെ പിന്നോട്ട് വലിക്കുന്ന മറ്റൊരു കാരണമാണ്. ആധുനിക രീതിയിലുള്ള ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും സ്റ്റേഡിയത്തിൽ ഒരുക്കിയത് കൊണ്ട് മാത്രം കാണികളെ ആകർഷിക്കാൻ കഴിയില്ലെന്ന് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് വെറുമൊരു ക്ലബ്ബ് മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മലയാളികളുടെ വികാരമാണ്. ആ പഴയ ആവേശം തിരികെ വരണമെങ്കിൽ കളിക്കളത്തിലെ ടീമിന്റെ പോരാട്ട വീര്യത്തിലും ഫലങ്ങളിലും വലിയ മാറ്റം വരണം. വിജയങ്ങൾ ആവർത്തിക്കുകയും ക്ലബ്ബ് കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ മാത്രമേ അകന്നുപോയ ആരാധകരെ തിരികെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. പോരാട്ട വീര്യമുള്ള ഒരു ടീമിനെ കാണാൻ ആരാധകർക്ക് ഇനിയും മഞ്ഞക്കുപ്പായമണിഞ്ഞ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തോൽവികളിൽ തളർന്ന് ഗ്യാലറികൾ നിശബ്ദമാകുമ്പോഴും ഈ മഞ്ഞക്കുപ്പായം വെറുമൊരു തുണിയല്ലെന്ന് ഓരോ ആരാധകനും അറിയാം. ഞങ്ങളുടെ ഹൃദയമിടിപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഗ്യാലറികൾ ഇന്ന് ശൂന്യമാണെങ്കിൽ അത് ടീമിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് പ്രിയപ്പെട്ടവർ തളരുന്നത് കാണാനുള്ള സഹികെട്ട സങ്കടം കൊണ്ടാണ്. കിരീടങ്ങളെക്കാൾ ഞങ്ങൾ കൊതിച്ചത് ആവേശത്തോടെ പൊരുതുന്ന ഒരു പോരാളി കൂട്ടത്തെയാണ്. ഓരോ തകർച്ചയിലും ഞങ്ങൾക്കതറിയാം. ഒരു കാട്ടുതീ പോലെ ഇരുമ്പിയാർക്കാൻ ഈ മഞ്ഞപ്പട തിരിച്ചു വരുമെന്ന്. കാരണം കേരളത്തിന്റെ മണ്ണിൽ ഫുട്ബോൾ വെറുമൊരു കളി മാത്രമല്ല, അതൊരു വികാരമാണ്. കാത്തിരിക്കാം കൊമ്പന്മാരുടെ തിരിച്ചുവരവിനായി.